ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. തംബ്നെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്ക് ടു റീഡിങ്. എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക്, കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോകുന്നത് വീഡിയോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേ സമയം പിടിക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ലേറ്റ് നൈറ്റ് ആയി പോകുന്നത്. ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. സോ ബാക്ക് ടു റീഡിംഗ്. നമ്മൾക്കിവിടെ പ്രധാനമായിട്ടും ഇവിടെ കാണാനായിട്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ വലയം അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ഏഞ്ചൽസിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കൂടുതലും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ വ്യക്തി മൈൻഡ് ചെയ്യൂല, നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ മൈൻഡ് ചെയ്യൂല. ഓക്കെ, നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും ഈ പേഴ്സൺ മൈൻഡ് ചെയ്യില്ല. അത് ഈ വ്യക്തിയുടെ പലതരത്തിലുള്ള ശരീരത്തിൽ ഉണ്ടായിരുന്ന ബ്ലോക്കേജസ് ആണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഓക്കെ, അത് മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടാത്ത വേറെ ആരുടെയോ എങ്കിലും പ്രാർത്ഥനകളുമായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പേഴ്സന്റെ അമ്മക്ക് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല എന്നാണെങ്കിൽ, അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ബ്ലെസ്സിങ്സ് ഇല്ലാണ്ടിരുന്ന, അതായത് അനുഗ്രഹങ്ങൾ ഇല്ലാണ്ടിരുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണായിട്ട് എത്രയൊക്കെ കോർത്തിണക്കി പോകാന്ന് വിചാരിച്ചാലും അവിടെ ബ്ലോക്കേജസ് വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രാധാന്യവും തരാതെ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങളോട് ദേഷ്യപ്പെടുകയും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും, ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ നാണം കെടുത്തുക, നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയവും സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കും കാണാട്ടോ. സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ദാമ്പത്യ ജീവിതം ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എനർജീസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്, അതായത് നെഗറ്റീവ് എനർജീസ്. സോ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യുക. അതെന്താന്ന് വെച്ചാൽ അതിന്റെ എനർജി ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ എന്താന്ന് വെച്ചാൽ, ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്ത ആ ഒരു ഇതിന് തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുന്നുണ്ടോ? ഓക്കെ, അതാണ് നമ്മളുടെ ആ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചെറിയ രീതിയിൽ നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട്. ഓക്കെ, ഓർത്ത് വരുന്നുണ്ട്. ബിക്കോസ് നമുക്കൊരു അപ്രീസിയേഷൻ കാർഡൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ പുറകെ ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ആ നടത്തം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, ഫുൾ ടൈം ബിസി ലൈഫാണ്, നിങ്ങളായിട്ട് ഈ പേഴ്സൺ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നോക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഈ വ്യക്തി തയ്യാറല്ല. ഇപ്പൊ നിങ്ങൾ മാരേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തെന്നി മാറി പോവുക, ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ആൻസർ പറയാതിരിക്കാം. സോ അത്തരത്തിലുള്ള സിറ്റുവേഷനെ കുറിച്ചിട്ട് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, അതായത് മെസ്സേജ് ചെയ്യുന്നില്ല, കോള് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങൾ സ്റ്റോറി ഇടുന്നുണ്ട്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കുന്നു എന്നല്ല, നിങ്ങൾ സ്വയം ഹാപ്പി ആയി.
സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ സ്പൈ ചെയ്തിട്ട് ഈ പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഒരു തിങ്കിങ്, അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റെയിൻബോസ്, മഴവില്ല് കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ലോട്ടസ് കാണുന്നുണ്ടാകാം, താമര, അതും അല്ലെങ്കിൽ വെള്ളപ്രാവുകൾ. ഓക്കെ, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ വീടിന്റെ ആ ഒരു ബാൽക്കണിയിൽ വന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കണ്ണിൽ അത് പെടുക. അതുപോലെ വൈറ്റ് ബട്ടർഫ്ലൈസ്, വെള്ള കളറിലുള്ള ചിത്രശലഭങ്ങൾ, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ചുകൂടെ അല്ല, കുറച്ചധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കണക്റ്റഡ് ആവുക എന്ന് പറയുന്നത് നിങ്ങൾ മേ ബി അതായത് ചക്രാസ് ഹീലിംഗ് ചെയ്യുന്നുണ്ടാകാം, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, റേക്കിംഗ് ഹീലിംഗ് ചെയ്യുന്നുണ്ടാകാം, ഒരുപാട് ടൈപ്പ് ഓഫ് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ വെള്ളമെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു ഓറ ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള എന്താ പറയാ ചിന്തകളൊന്നുമില്ല. ഓക്കെ, വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ്, ഈ പേഴ്സണായിട്ടുള്ള പ്രണയബന്ധം ഫ്യൂച്ചറിൽ എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഭയാനകമായിട്ടുള്ള ചിന്തകളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ പിന്നിൽ നിന്നും ആ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കത് വഴിയെ മനസ്സിലായിക്കോളും. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് ദ മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് വി ഗോട്ട് ദ പേഷ്യന്റ് കാർഡ് റിവേഴ്സ് ആണ്. സോ ഈ പേഴ്സൺ ഒട്ടും തന്നെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് അത്യാവശ്യം പഞ്ചാരയടി, കോഴിത്തരം ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ, ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഇപ്പൊ വേറെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അത്തരത്തിലുള്ള പ്രവർത്തികളിലേക്കൊക്കെ പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ അത്തരത്തിലുള്ള കോഴിത്തരങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിട്ടും നിങ്ങളിലേക്ക് തന്നെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ഓക്കെ, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ സമയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ഒബ്സസ്ഡ് ആയിരിക്കുന്നത്. അതുപോലെ ഈ പേഴ്സന്റെ മനസ്സിൽ ഒട്ടും തന്നെ സമാധാനമില്ലാത്ത ഒരു സാഹചര്യമായിട്ടും നമുക്കിവിടെ കാണാം. സോ നിങ്ങളെ ഒന്ന് നേരിട്ട് വന്ന് കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നോ ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്, പക്ഷെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ആൻഡ് ഓൾസോ നിങ്ങൾ മേ ബി ഏഞ്ചൽസിനെ വെച്ചിട്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആർക്കേഞ്ചൽ മിഖായൽ, റാഫേൽ, ഏരിയൽ, അത്തരത്തിലുള്ള ഏഞ്ചൽസിനെ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 ഏഞ്ചൽസിന്റെ കാർഡ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത്തരത്തിലുള്ള പ്രേയേഴ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം, ഒന്ന് ചിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകാം, ഒക്കെ ചെയ്യുന്നുണ്ടാകാം. ഈ പേഴ്സണെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടാകാം. ബട്ട് അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നാളെ അതൊരു വിജയമായി മാറും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയാണ് കാണിക്കുന്നത്. ഒബ്സസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വിക്ടറിയാണ്. ബിക്കോസ് അത് നിങ്ങളുടെ വിക്ടറി, നിങ്ങളുടെ വിജയം തന്നെയാണ്. കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ കാര്യങ്ങളോ ഒക്കെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങളിലേക്ക് കണ്ണോടിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ സ്പൈ വർക്ക് ചെയ്യുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. അതിൽ നിന്നും ഈ പേഴ്സൺ
ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട്, അതായത് മനസ്സിന് സമാധാനം കിട്ടാത്ത അവസ്ഥ. ഓക്കെ, സോ ഞാൻ ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ എത്ര മണ്ടനാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര മണ്ടിയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അമ്മ ഇതിനോട് എതിരാണെങ്കിൽ അമ്മ പറയുന്നതിന്റെ വാക്ക് കേട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടി, സോ ഇപ്പോൾ അവൾ എൻ്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഇല്ല. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ്, അത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വിജയമാണ്. ആൻഡ് ഓൾസോ പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് കണ്ണോടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വിജയം തന്നെയാണ്. ഓക്കെ, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയുള്ള പേഴ്സൺ ആണ്. അപ്പൊ പെട്ടെന്ന് റീയൂണിയൻ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഹീലാവാൻ വേണ്ടി എടുക്കുക, പ്രാർത്ഥനകൾക്ക് എടുക്കുക. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക, പല സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക, സമയം വേസ്റ്റ് ആക്കരുത്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്, 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. തുടങ്ങിയിട്ട് 5-6 ദിവസമായി. സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ ചെയ്താൽ മതി, വിളിക്കണ്ട. സോ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.